ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് കരുനാഗപ്പള്ളി മുനിസിപ്പൽ തല പ്രചാരണ ജാഥ സംഘടിപ്പിച്ചത്. ജൂലൈ 9 സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച സംയുക്ത ട്രേഡ് യൂണിയൻ ജൂലൈ 9 സംഘടിപ്പിക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായാണ് കരുനാഗപ്പള്ളിയിൽ പ്രചാരണ ജാഥ സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി മുനിസിപ്പൽ തല ജാഥയുടെ ഉദ്ഘാടനം മുഴങ്ങോട്ടുവിളയിൽ CPI മണ്ഡലം സെക്രട്ടറി ജഗത് ജീവൻ ലാലി നിർവഹിച്ചു. അതുപോലെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ഫെഡറേഷനുകളും സംസ്ഥാന ജില്ലാ അടിസ്ഥാനങ്ങളിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള നിരവധി ട്രേഡ് യൂണിയനുകളും ഒന്നിച്ചു ചേർന്നിട്ടാണ് ഈ അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ പണിമുടക്കിന് ആധാരമായ പ്രശ്നങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ രാജ്യത്ത് നിലനിന്നിരുന്ന തൊഴിൽ നിയമങ്ങൾ അത് റദ്ദാക്കി 4 തൊഴിൽ കോഡുകളാണ്. ഈ തൊഴിൽ നിയമങ്ങളൊക്കെ പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് നിലനിന്നതും ഓരോരോ സമയങ്ങളിൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ തൊഴിലാളികൾ നടത്തിയ നിരവധി പോരാട്ടങ്ങളിലൂടെ സ്ഥാപിച്ചെടുത്തതുമാണ് ഈ തൊഴിൽ നിയമങ്ങൾ. ആ തൊഴിൽ നിയമങ്ങളിൽ തൊഴിൽ ഉടമയെ സംരക്ഷിക്കുന്ന അംശങ്ങളുണ്ട്. എങ്കിലും പൊതുവിൽ തൊഴിൽ നിയമങ്ങൾ തൊഴിലാളി സംരക്ഷണത്തിന് കരുത്തു പകരുന്ന നിയമമായിരുന്നു. ആ തൊഴിൽ നിയമങ്ങളാണ് BJP അധികാരത്തിൽ വന്ന ശേഷം ഒഴിവാക്കുന്നത്. അതിനവർ പറയുന്നത് നമ്മുടെ രാജ്യം $5 ട്രില്യൺ സാമ്പത്തിക ശക്തിയായി മാറണം, അതിന് ലോകത്ത് എവിടെയുമുള്ള നിക്ഷേപകർക്ക് ഇവിടെ വന്ന് നിക്ഷേപിക്കാൻ പറ്റണം, അങ്ങനെ അവർ വെറുതെ വന്ന് പൈസ മുടക്കത്തില്ല. അപ്പോൾ അവർക്ക് സഹായകരമാകുന്ന നിലയിൽ അല്ലെങ്കിൽ അവരുടെ വരവിന് തടസ്സമായി നിൽക്കുന്ന തൊഴിൽ നിയമങ്ങൾ മാറ്റണം. അപ്പോൾ അവർ പറയുന്ന 8 മണിക്കൂർ ജോലി നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന തൊഴിൽ നിയമത്തിൽ പറയുന്നതാണ്. 5 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്താൽ 1 മണിക്കൂർ വിശ്രമം, അങ്ങനെയാണ് 8 മുതൽ 5 വരെ നമ്മുടെ നാട്ടിലുള്ളത്. ചില സന്ദർഭങ്ങളിൽ ഓവർ ടൈം ചെയ്യേണ്ടി വരും. അത് പൊതുമേഖലയിലായാലും സ്വകാര്യ മേഖലയിലായാലും എങ്ങനെയാണ് ഓവർ ടൈം ചെയ്യേണ്ടുന്നതെന്നും അതിനുള്ള വേതനം എങ്ങനെയാണ് എന്നതെല്ലാം ഉഭയകക്ഷി ചർച്ചയിലൂടെ ഓരോരോ സ്ഥാപനങ്ങളിലും മറ്റുമെല്ലാം തീരുമാനം. വി ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. PR വസന്തൻ ക്യാപ്റ്റനും R രവി വൈസ് ക്യാപ്റ്റനുമായുള്ള ജാഥയാണ് നഗരസഭയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയത്. താലൂക്ക് ആശുപത്രി ജംഗ്ഷനിൽ നടത്തിയ സമാപന സമ്മേളനം CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനിരുദ്ധൻ ഉദ്ഘാടനം ചെയ്തു. വിജയൻ അധ്യക്ഷത വഹിച്ചു. G സുനിൽ, കരിമ്പാലിൽ സദാനന്ദൻ, നിജാം ബഷി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.